of excellence by successfully implementing certain supplementary activities that help the students to learn the science lessons in a better way. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വിവിധ തരം ലാമ്പുകളെ കുറിച്ചാണ്. 60 വാട്ട് പവറുള്ള ഇൻകാൻഡസെന്റ് ലാമ്പ്, 20 വാട്ട് പവറുള്ള CF ലാമ്പ്, 9 വാട്ടുള്ള LED. ഏതാണ് കൂടുതൽ പ്രകാശത്തോടെ പുറത്തുവിട്ടത്? LED. മറ്റു ലാമ്പുകളെ അപേക്ഷിച്ച് LED-ക്കുള്ള മേന്മകൾ നിങ്ങളൊന്ന് ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ച നടത്തും. നിങ്ങൾക്കെല്ലാവർക്കും കാർട്ടൂണുകൾ വലിയ ഇഷ്ടമായിരിക്കും അല്ലേ? നമുക്ക് ഇപ്പോൾ പഠിച്ച ഈ പാഠഭാഗത്തിനെ ഒരു കാർട്ടൂൺ രൂപത്തിലൊന്ന് മാറ്റി നോക്കിയാലോ? ഞാനൊരു കാർട്ടൂൺ വരയ്ക്കാം. ഇതുപോലുള്ള കാർട്ടൂണുകൾ നിങ്ങളും തയ്യാറാക്കണം. നോക്കൂ, ഈ LED ലാമ്പ് ഈ ഫിലമെന്റിനോട് ദേഷ്യപ്പെട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. ഈ വീട്ടിൽ നിന്നും ഈ ഫിലമെന്റ് ലാമ്പിനെ LED ലാമ്പ് ഇറക്കി വിട്ടിരിക്കുകയാണ്. വീട്ടിൽ കയറരുത്, ദൂരത്തേക്ക് പോകാൻ വേണ്ടി വാണിംഗ് കൊടുത്തിരിക്കുക. കയ്യിലൊരു വടിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടല്ലേ? അപ്പോൾ എന്തൊക്കെ ദേഷ്യത്തിൽ പറയുന്നുണ്ട്. എന്തായിരിക്കാം ഈ LED ലാമ്പ് ഫിലമെന്റ് ലാമ്പിനോട് പറയുന്നത്? നിങ്ങളൊന്ന് ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ച ചെയ്ത്. വൈദ്യുതി അമിതമായി ഉപയോഗിക്കുന്ന നിന്നെ ഇനി വീട്ടിൽ കണ്ടുപോകരുത്. വെരി ഗുഡ്, നല്ല ഐഡിയ അല്ലേ? നല്ല ആശയമല്ലേ? താപരൂപത്തിൽ നീ വൈദ്യുതി പാഴാക്കുന്നുണ്ട്, അതുകൊണ്ട് നിന്നെ ഇവിടെ ആവശ്യമില്ല. വെരി ഗുഡ്. അപ്പൊ ഇതുപോലെ ധാരാളം ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. നോക്കൂ, ഒരു കാർട്ടൂൺ രൂപത്തിൽ ഞാൻ അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങൾ പറയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ LED-യുടെ മേന്മകൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഫിലമെന്റ് ലാമ്പിന് പകരം നമ്മൾ വീടുകളിൽ LED ഉപയോഗിക്കുന്നു എന്നതൊന്ന് കാർട്ടൂൺ രൂപത്തിൽ ചിത്രീകരിച്ചു നോക്കിയാലോ? Pictures can interact more effectively with children. When the scientific information from the textbook are depicted in the form of pictures, it will enhance the enthusiasm and interest of the students. Also, it will boost the talents of those who are interested in drawing and painting. ഫിസിക്സ് പൊതുവേ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള വിഷയം തന്നെയാണ്. പക്ഷേ അതൊരു ചിത്രകഥാ രൂപത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്കെന്നല്ല എല്ലാവർക്കും അതൊരു സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയൊരു മാർഗമായിട്ട് തോന്നി. This method effectively utilizes the creativity of students to make the science subjects easier to understand.